പിന്നെ നമ്മളൊരു ടൂർ പോവുകയാണേ. യു കെയിൽ നിന്ന് പാരീസിലേക്കാണ് പോകുന്നത്. സാധാരണ യു കെയിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ യൂറോ റെയിൽ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് ബസ്സിലാണ്. അതായത് നല്ല AC കോച്ചുകളുണ്ട്. അപ്പം സ്റ്റാർ ടൂർസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ കൂടാണ് നമ്മൾ പോകുന്നത്. സ്റ്റാർ ടൂറിൻ്റെ ബസ്സുകൾ തലങ്ങും വിലങ്ങും വേറെ ഡെസ്റ്റിനേഷനിലേക്കുള്ളത് പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു മണി 5-5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ യു കെയിൽ നേരത്തെ സൂര്യൻ ഉദിക്കും. അപ്പോൾ അതായത് സ്പ്രിങ്ങിലും സമ്മറിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബസ്സിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങൾ ഇരുന്നു. ബസ് നല്ല അത്യാവശ്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗൈഡ് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ, നമ്മളെങ്ങനെയാണ് പെരുമാറേണ്ടതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Okay. So once the ticket is done, you will go to the Eiffel Tower, you are on top of it, you're going to come down and you're going to go back to the coach, have a dinner and head towards the hotel. I know നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഡോവറിലേക്കാണ്. പോർട്ട് ഓഫ് ഡോവർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടുന്ന് നമ്മുടെ ഈ ബസ് നമ്മളും ഒരു ഫെറിയിൽ കയറിയിട്ടാണ് നമ്മൾ ഫ്രാൻസിലേക്ക് പോകുന്നത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യു കെയുടെ ഒരു പോർട്ടും കൂടിയാണ് പോർട്ട് ഓഫ് ഡോവർ. ഇതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ ഇമ്പോർട്ടൻസും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഇങ്ങനെ വലിയ ഒരു മല പോലെ. അപ്പോൾ അവിടെ അതിൻ്റെ മുകളിലായിരുന്നു വാച്ച് ടവറൊക്കെ പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പോർട്ടിൽ ഏത് എനിമി വന്നാലും അവർക്ക് അവിടെ നിന്ന് കാണാമെന്നൊക്കെയാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പോർട്ടിലേക്ക് പ്രവേശിച്ചു. എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലുള്ള ടൈറ്റ് സെക്യൂരിറ്റിയാണ്. പക്ഷേ അവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കാണുന്നത് നമ്മൾ ഫെറിയിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാനുള്ളൊരു ഏരിയയാണ്. ടോയ്ലറ്റ്സിലും പിന്നെ നമുക്ക് വേണ്ട സാൻഡ്വിച്ച് വല്ലതും വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. പക്ഷേ നമ്മൾ ഫെറിയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ കോച്ച് ഇങ്ങനെ പെതുക്കെ നീങ്ങി തുടങ്ങി. ആ ദൂരെ കാണുന്ന ആ പാസഞ്ചർ ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നമുക്കിങ്ങനെ ഓരോരോ ലൈൻസാണുള്ളത്. അപ്പോൾ കാറിന് വേറെ ലൈൻ, കോച്ചിന് വേറെ ലൈൻ. ഇപ്പോൾ കാറ് അതിന് കിട്ടിയ ആ സ്ഥലത്തൂടെ വേറൊരു ഡെക്കിലേക്കാണ് കയറിപ്പോകുന്നത്, കോച്ച് വേറൊരു ഡെക്കിലേക്കും. അപ്പോൾ ആദ്യം തന്നെ വളരെ ക്ലിയറായിട്ട് നമ്മളോട് പറയും ഈ ഫെറിയിൽ ഇത് കൊണ്ട് നിർത്തുമ്പം അവിടെ കുറച്ച് ലേബൽ ചെയ്തിട്ടുണ്ട്, ആ സ്ഥലത്ത് തന്നെ വരണം. കാരണം തിരിച്ച് ഫെറി ഓപ്പൺ ആകുമ്പോൾ നമുക്ക് വേണ്ടി കോച്ച് വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ സോൺ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സോൺ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ഫെറിയിലേക്ക് കയറിയപ്പം അവിടെ ഒരു വിശാലമായൊരു ലോകമാണ്. ശരിക്കും ഒരു കപ്പലിൻ്റെ ഉൾവശം പോലൊക്കെയാണ് തോന്നിയത്. ഭയങ്കര വിശാലമായ ഏരിയയാണ്, ഹ്യൂജായിട്ടുള്ള ഏരിയയാണ്. കാരണം രാവിലെ ഇപ്പോൾ ഒരു ഏകദേശം 7 മണി 7:30 കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ അടുത്തോട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ കോൾഡ് ഫുഡും ഉണ്ട്, ഹോട്ട് ഫുഡും ഉണ്ട്. ഭയങ്കര തണുപ്പ്. അപ്പോൾ തണുത്ത സാൻഡ്വിച്ച് കഴിക്കാൻ ഒരു മൂഡും തോന്നിയില്ല. ഞാനിപ്പോൾ നിങ്ങളീ കാണിക്കുന്നത് കപ്പലിൻ്റെ ഡെക്കിൻ്റെ ഒരു സൈഡിലുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഭയങ്കര വാസ്റ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നീട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും ഫുഡ് തിരക്കി എത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ ഹോട്ടായിട്ടുള്ള സാൻഡ്വിച്ചാണ് പ്രിഫർ ചെയ്തത്. കോൾഡ് സാൻഡ്വിച്ച് നമുക്ക് കഴിക്കാൻ കുറച്ചൊരു പാടാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ചൂസ് ചെയ്തു. നല്ലൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ സെൽഫായിട്ട് തന്നെ നമ്മൾ തന്നെ പേ ചെയ്താൽ മതി. ആരും നമ്മളെ അസിസ്റ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മളെടുത്ത സാധനം പേ ചെയ്യുക, വന്നിരുന്ന് കഴിക്കുക. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചൂടോടെ നല്ല സോസേജും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാം. പക്ഷേ 9 മണിക്ക് അത് തുറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫെറിയുടെ ഡെക്കിലേക്കൊന്ന് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് പക്ഷേ എന്താ പറയുക, നമ്മുടെ കടൽ ഭയങ്കര ശാന്തമാണ്. എല്ലാ ആൾക്കാരും വെളിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അരിച്ച് കയറുന്ന തണുപ്പും നല്ല കാറ്റുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഷിപ്പിൽ നിന്നെന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ഫെറിയെന്ന് തോന്നിയിട്ടില്ല. കാരണം ഒരു വലിയ ഷിപ്പിനേക്കാളും വലിയ ഒരു ഫെറി തന്നെയാണിത്. അപ്പോൾ നമ്മൾ അവിടെ വന്നിരുന്നിട്ട് ഫെറി അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല രസമാണ് അതിങ്ങനെ പോകുന്നതാണ്. ഒരു ചെറിയ ഗ്ലാസ് പാർട്ടീഷൻ മാത്രമേ ഉള്ളൂ ആ ഡെക്കിൽ. കുറച്ച് നേരവും കൂടെ ഡെക്കിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തണുപ്പാണ്, നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അകത്ത് കയറി. കുറച്ച് നേരമായിട്ട് അഹന കണ്ണു വെച്ചിരിക്കുകയാണ്. കുറച്ച് പ്ലേയിങ് ഏരിയ ഉണ്ട് കുട്ടികളുടെ. അപ്പോൾ അവിടെ കുറേ ക്ലോ മെഷീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കളിക്കണമെന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലൊക്കെ 1ഉം 2ഉം പൗണ്ട് ഇട്ടാൽ മാത്രമേ അത് കളിക്കാൻ പറ്റുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കയ്യിൽ പൗണ്ട് നമ്മൾ ആ കോയിൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഡ്യൂട്ടി ഫ്രീയിലേക്ക് പോയി. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അവിടെ തുറന്നായിരുന്നു. ഇഷ്ടം പോലെ നമ്മുടെ ഹോട്ട് സാധനങ്ങളാണ് ഇരിക്കുന്നത്. അതിനൊരു കയ്യും കണക്കുമില്ല.
പല രീതിയിൽ, പല നിറത്തിൽ, പലതരം ബോട്ടിൽസിൽ. അപ്പോൾ കുറേ ആൾക്കാരത് നല്ലതുപോലെ വാങ്ങുന്നുണ്ട്, നല്ല ഡിസ്കൗണ്ടും ഉണ്ട്. പിന്നെ കുറേ ബ്യൂട്ടി ഐറ്റംസ് ഉണ്ട്, കുട്ടികളെ പറ്റിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. എല്ലാ ടൈപ്പ് ചോക്ലേറ്റ്സ് ഉണ്ട്, വാച്ചുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ വീണ്ടും ഒന്ന് കറങ്ങി. അഹന ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരെണ്ണം അജിയെ കൊണ്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നു. ഞാനത് കണ്ടില്ല. ഞാൻ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. ഏത് സൈഡിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ഈ ബോട്ടിൽസ് മാത്രമാണ്. ഏത് വശത്തൂടെ തിരിഞ്ഞു വന്നാലും കുപ്പി മാത്രം. അപ്പോൾ നമ്മൾ കുപ്പിയൊക്കെ കണ്ടു മടുത്തു. നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോവാണ്. ഇത് ക്വയറ്റ് ലോഞ്ച് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇതെല്ലാം അവർ അനൗൺസ് ചെയ്തിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് പോയിരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് ചാർജ് ചെയ്യാം, സ്വസ്ഥമായിട്ടിരിക്കാം, ആരും അവിടെ സംസാരിക്കാറില്ല. അപ്പോൾ നമ്മളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. നമുക്കൊന്ന് മൊബൈൽ ചാർജും ചെയ്യണമായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ കുറേ സമയം അനങ്ങാതിരുന്നു. ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് അഹനയുടെ ടോയിയൊക്കെ അവിടുന്ന് വാങ്ങിച്ച് തന്നെ കാണിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം പോർട്ട് അടുക്കാറായി, ഫ്രാൻസിനോടടുത്തു. അപ്പോൾ ഫ്രാൻസിൻ്റെ പോർട്ട് അറിയപ്പെടുന്നത് കാലേയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഫ്രാൻസിലെത്തി, കാലേ പോർട്ടിലെത്തി. നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഫ്രാൻസ് വിശേഷം അടുത്ത പാർട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.